കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീഗുരുവായൂരപ്പ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. പൊന്നുണ്ണി കണ്ണൻ്റെയും അജഗദംബികയുടെ തൃപ്പാദപത്മങ്ങൾ നമസ്കരിച്ച് നമുക്ക് ഇന്നും അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ അവസരം പാഴാക്കണ്ട. നമുക്ക് ആ ദേവിയുടെ കഥയിലേക്ക് കടക്കാം അല്ലേ. ഇന്ന് രക്തബീജഭൂത സംവാദ വർണ്ണനാണ്. ഗംഭീരപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ 10ാമത്തെ അധ്യായം. മഹിഷാസുരന്റെ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് ദേവി നല്ലപോലെ ചിരിച്ചു. ഈ മഹിഷാസുരന്റെ മന്ത്രി വീട്ട് എന്തല്ലോ കുട്ടിത്തം പറഞ്ഞല്ല. നല്ലോണം ചിരി വന്നു ദേവിക്ക്. ചിരിച്ചു. എന്നിട്ട് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ പറയുകയും ചെയ്തു, മന്ത്രി വരിക, ഞാൻ ദേവന്മാരുടെ അമ്മയായ മഹാലക്ഷ്മിയാണ്. ദൈത്യവംശം മുടിക്കുവാൻ ഒരുങ്ങി പുറപ്പെട്ടവളാണ് ഞാൻ. ആപങ്കത്തെടുത്തോന്നു. യജ്ഞഭാഗം ഭുജിച്ചും മറ്റുമായി പലവിധത്തിലും മഹിഷാസുരൻ ദേവന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ അഭ്യർത്ഥന പ്രകാരം മഹിഷനെ കൊല്ലാൻ തയ്യാറായി വന്നിരിക്കുകയാണ് ഞാൻ. യുദ്ധത്തിനുള്ള ഒരുക്കമൊന്നുമില്ലാതെ ഒറ്റക്ക് വന്നതാണ്. നീ വളരെ ആദരവോടുകൂടി എന്നെ സ്വാഗതം ചെയ്തത് കൊണ്ട് എനിക്ക് നിന്നിൽ വളരെയധികം പ്രീതിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകളിലെ ജ്വാല കൊണ്ട് നിന്നെ കൊല്ലുമായിരുന്നു. നീ പോയി മഹിഷനോട് പറയണം. എന്താ പറയണ്ടെന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കണമെങ്കിൽ പാതാളത്തിലേക്ക് തിരിച്ചു പോകുക. ഞാൻ പറയുന്നത് കേൾക്കാൻ ഭാവമില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി വരിക. ആയുധം എടുക്കാനാണ് ആഗ്രഹമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് തൃപ്തനാകുക. ബ്രഹ്മാവിന്റെ വരമുണ്ടെന്ന് കരുതി അഹങ്കരിക്കണ്ട കേട്ടോ. അങ്ങനെ പറയണം. ബ്രഹ്മാവിന്റെ വാക്ക് സത്യമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നെ വധിക്കാൻ സ്ത്രീ രൂപത്തിൽ വന്നതാണെന്ന് ഓർക്കുക. ജീവൻ വേണമെങ്കിൽ ഭൂമിയും സ്വർഗവും ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് വേഗം പൊയ്ക്കോ. ഇങ്ങനെ ദേവി ഈ മന്ത്രിപ്രവരനോട് പറഞ്ഞു. ദൂതൻ പറഞ്ഞു, ദേവി അഹങ്കാരം കൊണ്ട് വിഡ്ഢിത്തം പറയാതിരിക്കട്ടോ. നീ വെറും ഒരു സ്ത്രീയല്ലേ. മഹാബലവാനായ മഹിഷാസുരൻ എവിടെ? നീയാണെങ്കിലോ കേവലം ഒരു ബാലിക. യൗവനം ഉദിക്കുന്നേ ഉള്ളൂ നിനക്ക്. മാത്രമല്ല നീ ഒറ്റക്കുവാണല്ലോ. മഹിഷാസുരന്റെ കൂടെ അവന്റെ സൈന്യപ്പടയുമുണ്ട്. ആനയുടെ കയ്യിൽ പിച്ചിപ്പൂ കിട്ടിയാൽ എങ്ങനെയാണോ അതേപോലെയാണ് എൻ്റെ പ്രഭുവിനെ നീ. മഹിഷൻ എന്നോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, പരുഷമായി ഒന്നും പറയരുതെന്ന്. നിന്നെ പേടിപ്പിച്ചാൽ രസഭംഗം വന്നെങ്കിലോ എന്നവന് ഭയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയായി നിന്നെ എൻ്റെ ബാണം കൊണ്ട് വധിക്കുമായിരുന്നു. നീ നിന്റെ രൂപ സൗന്ദര്യം കൊണ്ട് മതാന്ധിയായിരിക്കുകയാണ് ഊട്ടി. നിന്റെ രൂപലാവണ്യത്തിനെ പറ്റി കേട്ട് അവൻ നിന്നെ മോഹിച്ചിരിക്കുകയാണ്. അതിനാൽ എൻ്റെ സ്വാമിയുടെ പ്രിയത്തിന് വേണ്ടി ഞാൻ പ്രിയം മാത്രം പറയുകയാണ്. മഹിഷാസുരന്റെ നാടും ധനവും എല്ലാം നിനക്കുള്ളതാണ്. അവൻ നിന്റെ ദാസനാവാൻ കൊതിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ കൈകൂപ്പി പറയുന്നു, നീ മഹിഷാസുരന്റെ പട്ടമഹിഷിയായി വാഴുക. ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. ദേവി പറഞ്ഞു, നീ രാജാവിന് പറ്റിയ മന്ത്രി തന്നെ. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. നിന്റെ ബുദ്ധി പശുവിന്റെ ബുദ്ധിക്ക് സമമാണെന്ന് നിന്റെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നിന്നെ പോലെ മന്ത്രിയായുള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ ഒരു രാജാവിനും അത്രക്കേ ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ രണ്ടാളും ഒരുപോലെ ആവുന്നത് ദൈവനിശ്ചയം തന്നെ. ഇത് ഒന്ന് നേരെ വേണ്ടേ? ഒന്നിക്കൽ അവനെ പറഞ്ഞ നേരെയൊക്കെ നീ വേണം, അല്ലെങ്കിൽ നിന്നെ പറഞ്ഞ നേരെയൊക്കെ നോ വേണം. രണ്ട് കണക്കന്നല്ലോ. ഞാനൊരു സ്ത്രീയാണ്, അബലയാണ് എന്നൊക്കെ നീ പറഞ്ഞല്ലോ, ശരിയാണ്. രൂപത്തിൽ ഞാൻ സ്ത്രീ തന്നെ. സ്ത്രീ ആയാൽ മാത്രമേ ഞാൻ വധിക്കപ്പെടാവൂ എന്നൊരു വരം നിന്റെ പ്രഭു യാചിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ. ആണത്തമില്ലാത്തൊരുവന്റെ സ്വഭാവമല്ലേ അവൻ കാണിച്ചത്. വീരശൂര പരാക്രമിയായ ഒരാൾ സ്ത്രീയാൽ വധം ചോദിച്ചു വാങ്ങുമോ? ആരെങ്കിലും ചോദിച്ചു വാങ്ങുമോ? മനുഷ്യന് പോത്തിന്റെ ബുദ്ധി ഉണ്ടായതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. അതന്നെയല്ല അവന്റെ പേരും. ഞാൻ ദേവകാര്യാർത്ഥമായി സ്ത്രീയായി വന്നതാണ്. കാലം പ്രതികൂലമാകുമ്പോൾ പുല്ലും വജ്രായുധമാകുന്നു മനസ്സിലാക്കുക. എന്നാൽ അനുകൂലമാണെങ്കിലോ വജ്രവും പഞ്ഞു പോലെയാകും. അതുകൊണ്ട് മരണം അടുത്തിട്ടുണ്ടെങ്കിൽ പട കൊണ്ടും കോട്ട കൊണ്ടും ശസ്ത്രങ്ങൾ കൊണ്ടും ഒരു ഗുണവും ഉണ്ടാവില്ല. ജനിക്കുമ്പോൾ തന്നെ മരണവും കുറിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് ഏതു തരത്തിലാണ് മരണം സംഭവിക്കുക എന്നതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് വിപരീതമായി ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ബ്രഹ്മാദികൾക്ക് പോലും ജനനവും മരണവും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്.
പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയാനുണ്ടോ? അങ്ങനെയുള്ള മൃത്യുധർമ്മികളിൽ നിന്നും വരം വാങ്ങി തനിക്ക് മരണമില്ല എന്ന് വിശ്വസിക്കുന്നവരെ ബുദ്ധികൾ എന്നല്ലാതെ എന്താ പറയാ? ഞാൻ ഈ പറയുന്നതൊക്കെ നീ ചെന്ന് നിന്റെ പ്രഭുവിനോട് പറയണം. ദേവന്മാർ സ്വർഗം അനുഭവിക്കട്ടെ, യജ്ഞഭാഗം അവർക്കുള്ളതാണ്. മരണം ഇച്ഛിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാതാളത്തിലേക്ക് പോകുവിൻ. ഇനി മനുഷ്യന്റെ ഇച്ഛ മറിച്ചാണെങ്കിൽ മരിക്കാൻ ഉറപ്പിച്ച് എന്നോട് യുദ്ധം ചെയ്യാനായി വരാൻ പറയുക. വിഷ്ണുവും ശിവനും ഒക്കെ തോറ്റോടിയത് നീ കണ്ടതല്ലേ? അതിന് കാരണം ബ്രഹ്മദേവന്റെ വരദാനവുമാണ്. ദേവിയുടെ വാക്കുകൾ കേട്ട് മന്ത്രി ചിന്താധീനനായി. ഇവളോട് ഞാൻ യുദ്ധം ചെയ്യണോ, അതോ മഹിഷന്റെ സവിധത്തിലേക്ക് തിരിച്ചു പോകണം? മഹിഷൻ കാമബാണ പീഡിതനായി സുന്ദരിയുമായുള്ള വിവാഹം സ്വപ്നം കണ്ടോടിയിരിക്കുകയാണ്. ആ മധുര സ്വപ്നം നശിപ്പിക്കാനും വയ്യ. യുദ്ധം ചെയ്യാതെ തിരിച്ചു പോയാൽ മനുഷ്യനോട് ഇവൾ പറഞ്ഞതൊക്കെ ഉള്ള പോലെ പറയേണ്ടി വരും. രാജാക്കന്മാർ ബുദ്ധിമാന്മാരായ മന്ത്രിമാരുമായി ആലോചന ചെയ്ത് വേണം കാര്യങ്ങൾ നടത്താൻ. ഇവളുമായി യുദ്ധം ചെയ്യുന്നത് ഒരിക്കലും ഗുണകരമായിരിക്കില്ല. ഞാൻ ജയിച്ചാലും തോറ്റാലും രാജാവിന് അപ്രിയമാവും. യുദ്ധത്തിൽ അവളെ ഞാൻ വധിച്ചാൽ രാജാവ് കോപിക്കും, മറിച്ചാണെങ്കിലും രാജാവ് കോപിഷ്ഠനാകും. ഏതായാലും മഹേഷന്റെ അടുത്ത് പോയി അവൾ പറഞ്ഞതൊക്കെ അറിയിക്കുക തന്നെ. അതെല്ലാം കേട്ട് പ്രഭു അദ്ദേഹത്തിന്റെ ഹിതം പോലെ ചെയ്യട്ടെ. ഇപ്രകാരം ചിന്തിച്ച് മന്ത്രി മഹിഷാസുരന്റെ സവിധത്തിലെത്തി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രാജൻ, 18 കൈകളിലും ദിവ്യായുധങ്ങൾ ധരിച്ച സിംഹാരൂഢയായി ഇരിക്കുന്ന ആ സുന്ദരിയോട് ഞാൻ പറഞ്ഞു, ദേവി, നീ മഹിഷാസുരന്റെ പട്ടമഹിഷി പദം അലങ്കരിക്കുക. നീ മഹിഷനെ സ്വീകരിച്ചാൽ അവൻ നിരദാസനായി തീരും. 3 ലോകങ്ങളിൽ നിന്നും കിട്ടുന്ന സുഖങ്ങളെക്കാൾ സൗഖ്യം നിനക്ക് അവനിൽ നിന്ന് ലഭിക്കും. ഒരു സ്ത്രീക്ക് ഇതിലധികം എന്ത് വേണം? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗർഭിയായ അവളുണ്ടോ? കൂട്ടാക്കുന്നു. അവളെ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, പശുക്കളുടെ വർഗത്തിൽ ഒരു എരുമക്ക് ജനിച്ച ആ അധമനെ ഞാൻ കാളിക്ക് ബലിയർപ്പിക്കുന്നുണ്ട്. ഒരു പോത്തിനെ ഭർത്താവായി ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കുക? മൂഢ, എന്നെ പോലുള്ളവർ പശുത്വത്തെ ആഗ്രഹിക്കുമോ? കൊമ്പുള്ള പോത്തിനെ, കൊമ്പുള്ള എരുമ മാത്രമേ ആശിക്കുകയുള്ളൂ. ഞാൻ യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പാതാളത്തിലേക്ക് തിരിച്ചു പോകുക. ഇത്തരം പരുഷവാക്കുകളാണ് അവൾ പറഞ്ഞത്. അത് കേട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എന്നിട്ട് ഞാൻ അങ്ങയോട് ആലോചിക്കാനായി വന്നതാണ് പ്രഭു. രസഭംഗം ഓർത്താണ് ഞാൻ യുദ്ധം ചെയ്യാതിരുന്നത്. അവളാണെങ്കിലോ അത്യധികം വീര്യത്തോടും ബലത്തോടും കൂടി നിൽക്കുകയാണ്. ഇതിന്റെ പരിണത ഫലം എന്താവുമെന്ന് അറിയുന്നില്ല. പ്രഭോ, എന്തായാലും അങ്ങ് നിശ്ചയിക്കുന്ന പ്രകാരം യുദ്ധമാണ് വേണ്ടതെങ്കിൽ അതിനൊരുങ്ങി പുറപ്പെടാം. അങ്ങനെ ദൂതസംവാദം എന്ന 10-ാം അധ്യായം ദേവീപാദങ്ങളെ സമർപ്പിച്ചു. 11-ാം അധ്യായത്തില് താമ്രദൂത പ്രേഷണം. മന്ത്രിയുടെ വാക്കുകൾ കിട്ടും മനുഷ്യൻ മറ്റു മന്ത്രിമാരെയും വരുത്തി പ്രകാരം പറഞ്ഞു, നിങ്ങൾ സാമം, ദാനം, ദണ്ഡം, ഭേദം പറഞ്ഞില്ല. 4 ഉപായങ്ങളും അറിവുള്ളവരല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീർച്ചയാക്കുവിൻ. സുരന്മാരുടെ അമ്മയാണെന്ന് പറഞ്ഞ സ്ത്രീ ആരായിരിക്കും അത്? സാമാന്യ ഉപായങ്ങളിൽ ഏത് പ്രയോഗിച്ചാൽ നമുക്ക് ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ വിചിന്തനം ചെയ്യണം. ഏതാണിപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം. മന്ത്രിമാർ പറഞ്ഞു, പ്രഭു, ബുദ്ധിമാന്മാർ കാര്യങ്ങൾ പ്രിയമായും എന്നാൽ സത്യത്തിൽ നിന്ന് ചലിക്കാതെയും പറയണം. സത്യം ഗുണത്തെ ചെയ്യും, എന്നാൽ പ്രിയമായി ചെയ്യുന്നത് ഗുണത്തെ തന്നുകൊള്ളണമെന്നില്ല. ഉദാഹരണമായി, രോഗിക്ക് അസുഖം മാറുന്ന ഔഷധം രോഗിക്ക് പ്രിയമായി കൊള്ളണമെന്നില്ലല്ലോ, കയ്പുണ്ടാവും. സത്യം പറയുന്നവനും ചിന്തിക്കുന്നവനും എണ്ണത്തിൽ കുറവാണ്, എന്നാൽ ഗുണദോഷം ചിന്തിക്കാതെ പറയുന്നവരാണ് അധികം പേരും. നമ്മുടെ ഈ കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഭവിഷ്യത്തുകൾ നന്മയോ തിന്മയോ ആർക്കറിയാം. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലപോലെ ചിന്തിച്ചു പറയുക. അതെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. അഭിപ്രായങ്ങളെല്ലാം കേട്ട് എന്ത് ചെയ്താൽ നന്മ വരുമെന്ന് ചിന്തിക്കുന്നവരാണ് വിജ്ഞന്മാർ. മനുഷ്യന്റെ വാക്കുകൾ കിട്ടും മഹാബലവാനും മന്ത്രിയുമായ വിരൂപാക്ഷൻ രാജാവിനെ സന്തോഷിപ്പിക്കാനായി പറഞ്ഞു, രാജൻ, പറഞ്ഞു കേട്ടിടത്തോളം അവളൊരു ഉത്തമ സ്ത്രീ അല്ല. മധുപാനം ചെയ്ത് ഉന്മത്തിയായി ഓരോന്നും പുലമ്പുകയാണെന്ന് വിശ്വസിച്ചാലും ഏത് സ്ത്രീക്കും കളവ് പറയുവാനും
സന്ദർഭത്തിനനുസരിച്ച് സാഹസം ചെയ്യാനും സാമർഥ്യമുണ്ട്. അത് സ്ത്രീ സഹജമാണ്. മനുഷ്യന്റെ വാക്കുകൾ കേട്ട് മഹാബലവാനും മന്ത്രിയുമായ വിരൂപാക്ഷൻ രാജാവിനെ സന്തോഷിപ്പിക്കാനായി പറഞ്ഞു. രാജൻ, പറഞ്ഞു കേട്ടിടത്തോളം അവള് ഉത്തമ സ്ത്രീ അല്ല. പിന്നെയും പിന്നെ ഇതന്നെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. 3 ലോകവും സ്വന്തം കൈപ്പിടിയിലാക്കിയ ഒരു വീരൻ കേവലം ഒരു പെണ്ണിന്റെ വാക്കുകളുടെ പേടിച്ചു എന്ന് വരുന്നത് തീരാ കളങ്കമല്ല പ്രഭു. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയി അവളെ എതിരിട്ട് വധിച്ചു കൊള്ളാം. അങ്ങോട്ടും ഭയപ്പെടേണ്ട കേട്ടോ. ഞാൻ സൈന്യസമേതം പോയി നാഗാസ്ത്രം കൊണ്ട് കെട്ടി വരിഞ്ഞ് അവളെ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം. അങ്ങ് വേണ്ട പോലെ ആലോചിച്ച് ചെയ്തോളൂ. വിരൂപാക്ഷന്റെ അഭിപ്രായം കേട്ടപ്പോൾ ദുർധരൻ എന്ന മന്ത്രി പ്രകാരം പറഞ്ഞു. പ്രഭു, ബുദ്ധിമാനായ വിരൂപാക്ഷൻ പറഞ്ഞത് ശരി തന്നെ. എനിക്കും ചിലത് പറയുവാനുണ്ട്. ഈ സ്ത്രീ കാമാർത്ഥയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങയെ വശത്താക്കാൻ വേണ്ടി ആ സുന്ദരി പ്രയോഗിക്കുന്ന സൂത്രമാണിത്. വശത്താക്കേണ്ട ഒരു പോത്ത്. അവൾ പോർ ചെയ്ത് അങ്ങയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. സുന്ദരിയായ അവളുടെ കടക്കണ്ണ് വീക്ഷണം കൊണ്ട് അങ്ങയെ മോഹിപ്പിക്കാമെന്നാണ് അതിനർത്ഥം. സ്ത്രീകളുടെ ഈ സ്വഭാവം നർമ്മരസം ആസ്വദിക്കുന്നവനെ അറിയൂ. ചില്ലിക്കൊടികളുടെ പ്രഹരം കൊണ്ട് അങ്ങയെ തോൽപ്പിക്കുമെന്നാണ് പറയാതെ പറയുന്നത്. വാക്കുകൾക്കുള്ളിലെ ഗൂഢമായ അർത്ഥങ്ങൾ രസികന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ബ്രഹ്മാദികൾക്കും കൂടി ഇല്ലാത്ത ശക്തി കുരുന്ന പെണ്ണിന് എങ്ങനെയാണ് ഉണ്ടാവുക? അവൾ പറഞ്ഞതിന്റെ അർത്ഥം അരസനായ മന്ത്രിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എന്റെ പ്രഭുവിനെ ഞാൻ വീഴ്ത്തുമെന്നവൾ പറഞ്ഞില്ലേ? രതിസാമർഥ്യം കൊണ്ട് അങ്ങയെ കീഴ്പ്പെടുത്തുമെന്നാണ് അവൾ പറഞ്ഞതിന്റെ അർത്ഥം. വൃത്തികേടാ പറയുന്നവൻ. ചില സ്ത്രീകൾ വ്യംഗ്യഭാഷ ഇഷ്ടപ്പെടുന്നവരാണ്. മനഃശാസ്ത്രം അറിയുന്നവർ അർത്ഥങ്ങളെ പ്രത്യേകം ഗ്രഹിച്ച് തീരുമാനമെടുക്കണം. സാമദാനങ്ങൾ പ്രയോഗിക്കാം. അവൾ എങ്ങനെയുള്ളവളായാലും മധുരവാക്കുകൾ പറഞ്ഞവളെ ഞാൻ അങ്ങയുടെ സവിധത്തിലെത്തിക്കാം. ദുർധരന്റെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ തത്വവിശാരദനായ മന്ത്രി താമ്രൻ പറഞ്ഞു. രാജൻ, എന്റെ അഭിപ്രായം ഞാൻ പറയാം. വളരെ കരുണയോടും നയത്തോടും കാര്യം പറയുന്നവൾ സാധാരണ സ്ത്രീ അല്ല. അനുരക്തയുമല്ല, കാമാർത്ഥയുമല്ല, വ്യംഗോക്തികൾ കൊണ്ട് രസിക്കുന്നവളുമല്ല. അസാധാരണ രൂപലാവണ്യമുള്ള ആ വരവർണ്ണിന് ഒറ്റക്കാണ് വന്നിരിക്കുന്നത്. 18 കരങ്ങളിലും ആയുധവുമായിട്ടാണ് നിൽക്കുന്നത്. എവിടെയെങ്കിലും ഇത്തരത്തിലൊരു സ്ത്രീ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? മാത്രവുമല്ല, ഞാൻ പല ദുസ്വപ്നങ്ങളും ദുശകുനങ്ങളും കാണുകയുമുണ്ടായി. എല്ലാം കൂടി ആലോചിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു ആപത്ത് അടുത്തെത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കറുത്ത വസ്ത്രമെടുത്ത ഒരു സ്ത്രീ ഒറ്റക്ക് വന്ന് നിലവിളിച്ച് നിൽക്കുന്നതായി ഒരു സ്വപ്നം പുലർച്ചെ കാണുകയായി. പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുന്നല്ലേ പറയുന്നത്. രാത്രിയിൽ പക്ഷികൾ വികൃത ശബ്ദം പുറപ്പെടുവിക്കുന്നു. പുലർകാല സ്വപ്നം സത്യമാകുമെന്നാണ് പറയുന്നത്. സൈന്യങ്ങളെ കൂടാതെ ഒറ്റക്കൊന്ന് നമ്മളോട് യുദ്ധത്തിന് വെല്ലുവിളിക്കുമ്പോൾ ചിന്തിക്കണം, അതിലെന്തോരാപത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. ഇവന് കുറച്ച് ബുദ്ധിയുണ്ട്. അവൾ ദേവനാരിയും മനുഷ്യ സ്ത്രീയുമല്ല, വാനവർ ഉണ്ടാക്കിയ മായാമോഹിനിയാണ് അവൾ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തോളാം. വേണ്ടി വന്നാൽ യുദ്ധം തന്നെ ചെയ്യണം. വരാനുള്ളത് വന്നു തന്നെ ചേരും. ദൈവനിശ്ചയം ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ബുദ്ധിയുള്ളവൻ ധൈര്യത്തെ പ്രമാണമാക്കണം. ജനനവും മരണവും ദൈവാധീനതയിലാണ്. അതിനെ മാറ്റിമറിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഇത്രയും കേട്ടപ്പോൾ മനുഷ്യൻ കൽപ്പിച്ചല്ലോ താമ്ര, മഹാമതി, അങ്ങ് യുദ്ധത്തിന് പുറപ്പെട്ടാലും ചതുരംഗ സൈന്യത്തെ കൂട്ടിപ്പോയി യുദ്ധം ചെയ്ത് ജയിച്ച് അവളെ എന്റെ സമീപത്തെത്തിക്കുക. യുദ്ധം ചെയ്തിട്ടും അവൾ കീഴടങ്ങുന്നില്ലെങ്കിൽ വധിച്ചേക്ക്. അങ്ങ് വീരനും ധർമ്മജ്ഞനുമാണല്ലോ. കാമശാസ്ത്ര വിദഗ്ധനായ നീ ആ വരാങ്കന ഏത് വിധേന ഇങ്ങോട്ടെത്തിക്കണം. അവൾ എന്തുദ്ദേശിച്ചാണ് ഇങ്ങോട്ട് വന്നതെന്ന് അന്വേഷിച്ചറിയണം. ആരുടെ മായാപ്രയോഗമാണ് ഇതിന് പിന്നിൽ എന്ന് മനസ്സിലാക്കണം. അവരുടെ ശരിയായ ഉദ്ദേശം മനസ്സിലാക്കി മാത്രം യുദ്ധം ചെയ്യുക. വീരത്വം കാട്ടാൻ പാടില്ല കേട്ടോ. ഇനി എല്ലാം നിന്റെ യുക്തം പോലെ പ്രവർത്തിക്കുക. മഹിഷന്റെ വാക്കുകൾ കേട്ട് താമ്രൻ പ്രഭുവിനെ വന്ദിച്ച് സൈന്യസമേതം അവളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. വഴിയിൽ മൃത്യുസൂചകമായ ദുർനിമിത്തങ്ങൾ കണ്ട് ഭയപ്പെട്ടും വിസ്മയപ്പെട്ടും താമ്രൻ മുന്നോട്ട് നീങ്ങി. സർവാഭരണ വിഭൂഷിതയായി ദിവ്യായുധങ്ങൾ ധരിച്ച് സിംഹാരൂഢയായി സ്വരന്മാർ
തുതിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയുടെ സവിധത്തിലെത്തി താമ്രൻ വന്ദിച്ച് വിനയപൂർവ്വം പറഞ്ഞു, ദേവി, അവിടുത്തെ രൂപലാവണ്യത്തെപ്പറ്റി കേട്ട് മോഹിതനായിരിക്കുകയാണ് മഹിഷാസുരൻ. നിന്നെ പാണിഗ്രഹണം ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ദേവന്മാർക്കും കൂടി ജയിക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ അസുര രാജാവിനെ ഭർത്താവാക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കൽപ്പവാടിയിൽ ജമിച്ചുല്ലസിക്കാം ദേവി. മനോഹരമായ ഒരു ദേഹം കിട്ടിയിട്ട് സുഖത്തെ ത്യജിച്ച് ദുഃഖം ആരെങ്കിലും ആഗ്രഹിക്കുമോ? ചെന്തളർ പോലുള്ള കൈകൊണ്ട് പന്തടിച്ച് കളിക്കുന്നതിന് പകരം ആയുധമെടുക്കുന്നത് എന്തിനാണ് നീ? ആരെയും വശത്താക്കുന്ന പുരികക്കൊടികൾ ഉള്ളപ്പോൾ വില്ലെടുക്കുന്നതിന്റെ ആവശ്യമുണ്ടോ? കടക്കൻ ബാണമുള്ളപ്പോൾ മറ്റു ബാണങ്ങൾ എന്തിനാണ്? ഈ ഭൂമിയിൽ ദുഃഖം മാത്രം തരുന്ന യുദ്ധം ആരെങ്കിലും ആഗ്രഹിക്കുമോ? പൂക്കൾ പോലും പോറലേൽപ്പിക്കാതെ നിന്റെ ഭൂമേനിയിൽ ശരങ്ങളാൽ പോറലേൽപ്പിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ സുന്ദരി? ദേവന്മാർ പോലും പൂജിക്കുന്ന എന്റെ പ്രഭുവിന് വരിക്കുക. അവന്റെ പട്ടമേശയായി തീർന്നാൽ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അവൻ സാധിച്ചു തരും. യുദ്ധത്തിൽ ജയമുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ സാധ്യമാണോ? എല്ലാ രാജഭോഗങ്ങളും അനുഭവിച്ച് നീ നീണാൾ 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 വാഴുക. നിനക്ക് ജനിക്കുന്ന പുത്രൻ രാജാവായി തീരും. ഓഹോ, യൗവനകാലത്ത് രതിക്രീഡകൾ ചെയ്ത് വാർദ്ധക്യത്തിൽ സൗഖ്യത്തോടെ കഴിയുകയും ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹിഷദൂത പ്രേഷണം എന്ന 11-ാം അധ്യായം ദേവീപാദങ്ങളെ സമർപ്പിച്ചു. ഇനി അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. അടുത്ത ഭാഗം ആ പാദങ്ങളിൽ, എൻ്റെ പൊന്നിനി കണ്ണന്റെ പാദങ്ങളിലും സമർപ്പിച്ചു.